അപ്പൊ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന 3 ശ്ലോകങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോകങ്ങളാണ്. ഇത് 3 നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഈ 3 ശ്ലോകം വഴി നമ്മൾ എന്തിനാണ് ജനിച്ചതെന്നും ഈ ബ്രഹ്മം എന്തിനാണ് സൃഷ്ടിച്ചതെന്നും ഈ ബ്രഹ്മത്തിന്റെ സമ്പൂർണ്ണ ലക്ഷ്യം എന്താണെന്നും മനസ്സിലാവും. അപ്പോ എന്ന് പറയാൻ പോകുന്നത് ചാപ്റ്റർ 4 നിന്നും 7, 8, 9 ഈ 3 ശ്ലോകങ്ങൾ എടുത്തിരിക്കുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് എന്ന ബുക്കിൽ നിന്നാണ്. അപ്പൊ ശ്ലോകം 7 എന്താ പറയാനെന്ന് പറഞ്ഞാൽ, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അപ്പോ ഇത് അതായത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നത് ഒരു ഗർഭപാത്രത്തിലാണ് എന്നാണ് സങ്കല്പം. ആ ഗർഭപാത്രം ധരിച്ചിരിക്കുന്ന അമ്മയാണ് നമ്മൾ ദേവി എന്നോ അല്ലെങ്കിൽ മദർ എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിൽ വിളിക്കാം അതിനെ. അപ്പൊ ആ ഗർഭപാത്രം ധരിച്ചിരിക്കുന്ന അമ്മ ഒരു ലോകത്താണുള്ളത്. ആ ലോകത്തുള്ള ആ അമ്മയ്ക്ക് ഒരുപാട് സിദ്ധികളുണ്ട്. അപ്പൊ ആ അമ്മ ഈ ജനിക്കുന്നതിന് മുന്നേ തന്നെ ജനിക്കുന്ന കുട്ടിക്ക് അത്രയും ബുദ്ധി വേണം എന്ന കാരണത്താൽ അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കുട്ടി വയറ്റിലുള്ള ഫോമിനെയാണ് ബ്രഹ്മം ഫോം എന്ന് പറയുന്നത്. അപ്പോ ബ്രഹ്മത്തെ പഠിപ്പിക്കാനായി ഒരുപാട് നിയമങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ബ്രഹ്മത്തിനെ പഠിപ്പിക്കാനായി ഒരുപാട് ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് അധ്യാപികമാരെ നിയമിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അധ്യാപകരാരൊക്കെയാണ്? ശിവ, വിഷ്ണു, ബ്രഹ്മാവ്, കാലഭൈരവൻ, നാഗങ്ങള്, യക്ഷിണികള്, യോഗിനികള്, അങ്ങനെ ഒരുപാട് പേരെ നിയമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒരേ ബുദ്ധിയുടെ, അതായത് പഠിപ്പിക്കുന്ന ആ ഒരു ശക്തിയുടെ ഓരോരോ അംശങ്ങളാണ്. അപ്പൊ ഈ ശക്തികൾ ബ്രഹ്മവുമായി ലയിച്ച്, ഈ ശക്തികൾ, പ്രപഞ്ച ശക്തികൾ, പഞ്ചഭൂതങ്ങൾ ബ്രഹ്മവുമായി ലയിച്ച് ബ്രഹ്മത്തെ പഠിപ്പിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ. അപ്പൊ ബ്രഹ്മത്തെ പഠിപ്പിക്കുമ്പോൾ ബ്രഹ്മം ചെറിയ 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 അണുക്കളായിട്ട്, അതായത് ബ്രഹ്മം എന്ന് പറയുന്ന വലിയ ആ സത്വത്തിന്റെ ഓരോ അണുവാണ് നമ്മൾ ഓരോരുത്തരും, ഓരോ ജീവനുകളും, ആത്മാവുള്ള ഓരോ വസ്തുക്കളും. അപ്പോ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും ആത്മാവുണ്ട് എന്നാ പറയുന്നത്. എല്ലാ വസ്തുക്കളും ഓരോരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാ പറയുന്നത്. അപ്പോ നമ്മളുടെ ഉള്ളിലുള്ള ഓരോ അണുക്കളും ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ എല്ലാ അണുക്കളും അതിനാവശ്യമുള്ള സമ്പൂർണ്ണ ജ്ഞാനം നേടിയാൽ മാത്രമേ, സമ്പൂർണ്ണ ജ്ഞാനം നേടുമ്പോൾ എന്ത് പറ്റും, അത് തിരിച്ചറിയും. അതായത് ഞാൻ എൻ്റെ ഈ ബുദ്ധി എന്ന് പറയുന്നത് പരബ്രഹ്മത്തിന്റെ ബുദ്ധി ആവേണ്ട സാധനമാണെന്നും അതിനായി എൻ്റെ ബുദ്ധിയെ ഞാൻ പരബ്രഹ്മത്തിൽ ലയിക്കാൻ ശ്രമിക്കണമെന്ന് മനസ്സിലാക്കുന്നു. പരബ്രഹ്മത്തിൽ ലയിക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ധർമ്മത്തിനനുസരിച്ച് ജീവിക്കണം. അതായത് പരബ്രഹ്മത്തിനായി ജീവിക്കണം. അതായത് ചുറ്റുമുള്ള എല്ലാവർക്കുമായി ജീവിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കണം. അങ്ങനെ സമർപ്പണഭാവത്തോടുകൂടി ചിന്തിക്കുന്ന ബുദ്ധിയെ പരബ്രഹ്മം എന്ത് ചെയ്യും? അതുമായി അതിനെ ലയിപ്പിക്കും. അങ്ങനെ ലയിക്കുമ്പോൾ ആ ബുദ്ധിക്ക് പരബ്രഹ്മത്തിന്റെ ജ്ഞാനം കിട്ടും. ആ ബുദ്ധി പരബ്രഹ്മമായി മാറുന്നു. അങ്ങനെ ഈ ലോകത്തുള്ള സകല ബുദ്ധികളും പരബ്രഹ്മമായി മാറുമ്പോൾ എന്ത് പറ്റും? അത് ഒരു
ഒറ്റ ബുദ്ധിയാവും. അങ്ങനെ ഒരു ബുദ്ധിയാവുമ്പോൾ ആ ബുദ്ധി ഒരു കുഞ്ഞായിട്ട് അമ്മയുടെ വയറ്റിൽ നിന്നും ജനിക്കുന്നു പുതിയ ലോകത്ത്. അപ്പോൾ നമ്മളുടെ ഈ ലോകത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളും ഇതുപോലെ തന്നെ ആയിരിക്കണം ജനിക്കുന്നുണ്ടാവുക. അത് ആ വശം ഞാൻ ശാസ്ത്രലോകത്തിന് അത് കണ്ടുപിടിക്കാനായി ഞാൻ ശാസ്ത്രലോകത്തിന് വിടുന്നു. ഇങ്ങോട്ട് വരുന്ന കുട്ടികളും ഒരു ബ്രഹ്മമായിരുന്നോ? അവര് ബ്രഹ്മജ്ഞാനം ലഭിച്ചതിന് ശേഷമാണോ ഈ ലോകത്ത് ജനിച്ചത് എന്നല്ല. ഇനി ഈ ബ്രഹ്മത്തിൽ തന്നെ 1, 2, 3 പ്രാവശ്യം പുനർജന്മം എടുക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജന്മത്തിൽ നമ്മൾ ജ്ഞാനം മൊത്തത്തിൽ, അതായത് നമ്മൾ ഇപ്പോഴത്തെ ഫോമിൽ നമ്മൾക്ക് ആ ജ്ഞാനത്തിന്റെ ഒരു 20%, 30% മാത്രമേ ഗ്രഹിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അതിൽ കൂടുതൽ ഉള്ള ജ്ഞാനം ഗ്രഹിക്കണമെങ്കിൽ നമ്മൾ വേറൊരു സ്വരൂപം എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പുനർജനിക്കുന്നു. കാരണം പുനർജനിച്ച ആ സ്വരൂപത്തിന് കൂടുതൽ ജ്ഞാനം എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പുനർജനിച്ച് സമ്പൂർണ്ണ ജ്ഞാനം എത്തുന്ന ആ സമയത്ത് ആ ആത്മാവിന്റെ ആ ബുദ്ധി വലിയ ബുദ്ധിയായ പരബ്രഹ്മത്തിന്റെ ബുദ്ധിയുമായി ലയിക്കുന്നു. അപ്പോ ഇതാണ് ഈ ധർമ്മം. അപ്പോ ധർമ്മമായിട്ട് ലയിക്കുന്നതിന് മുന്നേ ഈ ചെറിയ ചെറിയ ബുദ്ധികള് എന്ത് പറ്റും? ഇങ്ങനെ ചെറുതായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തെറ്റായിരിക്കും. അതായത് ധർമ്മത്തിന്റെ മോഹവുമായിട്ട് ആയിരിക്കില്ല ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുക. ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും 100% എന്തെങ്കിലും പിഴവുകൾ അവർക്ക് ഉണ്ടാവും. അവർ 100% ശരിയല്ലല്ലോ. അപ്പോൾ അവര് ചെയ്യുന്ന തെറ്റുകൾ, അതായത് ധർമ്മത്തിന്റെ ഈ പരബ്രഹ്മത്തിന്റെ ബ്രഹ്മം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ഈ ബുദ്ധി ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വ്യതിചലിക്കും. അങ്ങനെ വ്യതിചലിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ദോഷങ്ങൾ ഉണ്ടാവും. ഈ ബുദ്ധി വ്യതിചലിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? 7 ശത്രുക്കളാണ്. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം. അപ്പൊ ഈ ശത്രുക്കൾ ഈ ബുദ്ധിയെ ബാധിച്ച് ഇത് നമ്മളെ കൊണ്ട് അധർമ്മം ചെയ്യിപ്പിക്കുന്നു. അതായത് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതായത് ആ കുഞ്ഞുണ്ടാവുന്നതിൽ നിന്നും തടയാൻ ശ്രമിക്കുന്ന ശക്തികളും ഈ ഗർഭപാത്രത്തിൽ തന്നെ ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ ആ ശക്തികള് ഇതിനെ തടയും. അപ്പോ തടയുന്നത് എങ്ങനെയാണ്? കാമ, ക്രോധ, ലോഭം, മോഹം, മത, മാത്സര്യം വെച്ചിട്ടാണ് തടയുക. അപ്പോ ഇങ്ങനെ തടയാൻ ശ്രമിക്കുന്ന ശത്രുക്കള് ഈ ബുദ്ധികളുടെ ഉള്ളിൽ പോയി ഇതിനെ തടയുമ്പോൾ ഈ ബുദ്ധികൾ എന്ത് ചെയ്യും? അധർമ്മം ചെയ്യും. ആ അധർമ്മം മറ്റ് ബുദ്ധികളെ ബാധിക്കുകയും അതിന്റെ ഉള്ളിലും ഈ ശത്രുക്കൾക്ക് കടക്കാൻ ഒരു അവസരം ഉണ്ടാക്കുകയും അതുവഴി ആ ബുദ്ധികൾ ബാധിച്ച് അത് അധർമ്മം ഉണ്ടാക്കും. അങ്ങനെ ഈ അധർമ്മം കൂടി അതും കർമ്മത്തിന്റെ സിദ്ധാന്ത പ്രകാരം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കറങ്ങി തിരിഞ്ഞ് നമ്മളോട് തന്നെ എത്തുന്നു എന്ന് പറയുന്നു. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈ ബ്രഹ്മത്തെ മൊത്തത്തിൽ ബാധിക്കുന്നുമുണ്ട്. അപ്പോ കുറേ അധർമ്മം ചെയ്യുന്ന ബുദ്ധികൾ കൂടുന്തോറും ഈ ബ്രഹ്മത്തിന്റെ നിലനിൽപ്പ് ചിലപ്പോൾ ബാധിക്കും. അങ്ങനെ ബ്രഹ്മത്തിന്റെ നിലനിൽപ്പ് ബാധിക്കുന്ന ഒരു അവസ്ഥ വരുന്ന സമയത്ത് ബ്രഹ്മം ഒരു മനുഷ്യരൂപം എടുക്കും. എന്തിനാണ് ഈ മനുഷ്യരൂപം എടുക്കുന്നത്? അധർമ്മം സൃഷ്ടിക്കുന്ന എല്ലാ ബുദ്ധികളെയും നശിപ്പിക്കാനായിട്ട്. അപ്പോ ഇനി പോകുന്ന ശ്ലോകം പറയുന്നത്, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പൊ ഇങ്ങനെ അധർമ്മം കൂടി അധർമ്മം ചെയ്യുന്ന ബുദ്ധികൾ വഴി അധർമ്മം കൂടുകയും ധർമ്മം ചെയ്യുന്ന വഴികൾ, അതായത് ബുദ്ധികൾ, അതായത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം, എല്ലാം എൻ്റെ ചുറ്റുമുള്ളതെല്ലാം ദൈവമാണ്, എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ സമർപ്പിക്കുന്നത് എന്ന സമർപ്പണ ഭാവത്തോടു കൂടി മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ലോക നന്മയ്ക്കായി ജീവിക്കുന്ന ബുദ്ധികൾ ഒരു വശത്തുണ്ട്. അവർ ചെയ്യുന്ന നന്മയും ഇതേപോലെ കൂടി വരും. അപ്പോൾ
ചിലപ്പോ അധർമ്മം ഒരു നല്ല രീതിയിൽ കൂടിക്കഴിഞ്ഞാൽ ഈ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് അല്ലെങ്കിൽ ധർമ്മത്തിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ വലിയ ബുദ്ധി എന്ത് ചെയ്യും? മനുഷ്യരൂപം എടുക്കും. അത് ഒരു അവതാരത്തിന്റെ രൂപത്തിലായിരിക്കും എടുക്കുക. അങ്ങനെ അവതാരത്തിന്റെ രൂപത്തിൽ എടുക്കുന്ന ആ ബുദ്ധിക്ക് ചെറുപ്പം തൊട്ടിട്ടേ ഈ സമ്പൂർണ്ണ ജ്ഞാനം ഉണ്ടാവേണ്ടതാണ്. അല്ലെങ്കിൽ അത് ഒരു ജന്മത്തിന്റെ പാതിയിൽ തന്നെ അതിന്റെ ജീവിതം കാരണം അത് അത്രയും പഠിക്കും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജന്മന പരബ്രഹ്മത്തിന്റെ ജ്ഞാനം ഉണ്ടാവും. അതിന്റെ എല്ലാ ഓർമ്മകളും അതിന്റെ എല്ലാ ശക്തികളും സിദ്ധികളും ഉണ്ടാവും. അതല്ലെങ്കിൽ ആ ജനിക്കുന്ന ആത്മാവിന്റെ ജീവിതം അതിന്റെ സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ, അത് ജനിച്ച ഒരു കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ അതിന് ഈ പരബ്രഹ്മത്തിന്റെ ജ്ഞാനം കിട്ടും. അതിന്റെ ജീവിത സാഹചര്യങ്ങൾ അതിന് പരബ്രഹ്മത്തിന്റെ ജ്ഞാനം പെട്ടെന്ന് നൽകാനുള്ള ഒരു രീതിയിൽ അമ്മ അതിനെ സഹായിക്കും. അങ്ങനെ സഹായിച്ച് അതൊരു അവതാര പുരുഷനായി മാറി ആ അവതാര പുരുഷൻ അധർമ്മത്തെ ഇല്ലാതാക്കും. കാരണം ബ്രഹ്മം ആദ്യം ഈ അധർമ്മികൾക്ക് സാമം, അതായത് പറഞ്ഞു കൊടുക്കും അധർമ്മം തെറ്റാണെന്നുള്ള രീതിയിൽ. അധർമ്മികൾ കേട്ടില്ലെങ്കിൽ അതിൽ തന്നെ കുറെ പേര് ധർമ്മികളാവും. കേട്ടില്ലെങ്കിൽ അടുത്തത് ദാനം ചെയ്യും. അതായത് ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാക്കും. സാഹചര്യങ്ങൾ വഴി അധർമ്മികൾക്ക് പറഞ്ഞു കൊടുക്കും. അതിൽ നിന്നും അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അതിന് അധർമ്മികളെ ശിക്ഷിക്കും. ചെറിയ 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 ശിക്ഷകൾ കൊടുക്കും. ആ ശിക്ഷകളിൽ നിന്നും ഈ ശിക്ഷകൾ ഇങ്ങനെ കൂടി വന്ന് അവര് അതായത് ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് എത്തും. ആ അവസ്ഥയിൽ നിന്നും അവർ പഠിച്ചില്ലെങ്കിൽ പിന്നെ സാമദാന ദണ്ഡം ഭേദം കഴിഞ്ഞ് ദണ്ഡിക്കുന്ന സമയത്ത്, ദണ്ഡിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിക്കുക. ഈ ശിക്ഷിക്കാനായിട്ടാണ് ഈ പരബ്രഹ്മം ആ ഒരു മനുഷ്യരൂപം എടുക്കുക. അങ്ങനെ മനുഷ്യരൂപം എടുത്ത് അധർമ്മികളെല്ലാം ശിക്ഷിച്ച് ധർമ്മികളെ രക്ഷിക്കും. ഈ ധർമ്മികളാണ് സാധൂനാം, പരിത്രാണായ സാധൂനാം, വിനാശായ ച ദുഷ്കൃതാം. അതായത് ദുഷ്കൃതം ചെയ്യുന്ന അധർമ്മികളെ നശിപ്പിക്കുന്നു. എന്നിട്ട് എന്ത് പറ്റും? അങ്ങനെ സംഭവിക്കുമ്പോ ധർമ്മം പുനഃസ്ഥാപിക്കുന്നു. അങ്ങനെ ധർമ്മം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന ധർമ്മികളുടെ ആ ബുദ്ധി വീണ്ടും പെരുകുകയും കൂടുതൽ എണ്ണം ഉണ്ടാവുകയും അവർ ധർമ്മം വഴി ജ്ഞാനം നേടുകയും അങ്ങനെ അവരുടെ ബുദ്ധിയും പരബ്രഹ്മത്തിന്റെ ബുദ്ധിയും ഒന്നായി പരബ്രഹ്മത്തിന് മോക്ഷം ലഭിക്കുന്നു. അപ്പോ ശ്ലോകം 9 പറയുന്നത്, ജന്മകർമ്മജമേ ദിവ്യമേവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. അതായത് അങ്ങനെ പരബ്രഹ്മത്തിന്റെ എല്ലാ ബുദ്ധികളും പരബ്രഹ്മത്തിന്റെ ബുദ്ധിയായി ലയിച്ചാൽ എന്ത് പറ്റും? പരബ്രഹ്മത്തിന്റെ സകല ജ്ഞാനവും സകല സിദ്ധികളും അതിന്റെ സകല ഓർമ്മകളും എല്ലാം ആ ബുദ്ധിക്ക് കിട്ടുകയും അങ്ങനെ അത് വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ ജന്മം എടുക്കുന്നതെന്ന് ജ്ഞാനം ലഭിക്കുകയും അങ്ങനെ ആ ജ്ഞാനം ലഭിക്കുമ്പോൾ ഇനിയുള്ള ജന്മങ്ങളുടെ ജ്ഞാനമെല്ലാം ആ ബുദ്ധിക്ക് ആ നിമിഷം ലഭിക്കുകയും അങ്ങനെ ആ ബുദ്ധി പരബ്രഹ്മത്തിന്റെ ബുദ്ധിയുമായി ലയിക്കുകയും പിന്നീട് ആ ആത്മാവിന് ജന്മം എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് മോക്ഷം അടയുന്നു. അതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഇപ്പോഴത്തെ കാലത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക്, അതായത് നമ്മളുടെ ബുദ്ധി പരബ്രഹ്മമായിട്ട് ലയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്കായി ജീവിച്ചു തുടങ്ങും. നമ്മൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ പ്രപഞ്ച നന്മയ്ക്കായിട്ടുള്ളതായിരിക്കും. അങ്ങനെ പ്രപഞ്ച നന്മയ്ക്കായി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ പ്രപഞ്ചം നമ്മളുടെ ആഗ്രഹങ്ങളും പ്രപഞ്ചത്തിന്റെ ആഗ്രഹങ്ങളും ഒന്നാവുന്നു. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നടക്കുന്നു. നമുക്ക് സന്തോഷം ഉണ്ടാവുന്നു. നമുക്ക് ഈ ശത്രുക്കളിൽ നിന്നും മോക്ഷം ഉണ്ടാവുന്നു. കാമക്രോധ ലോഭ മോഹ മത മത്സരത്തിൽ നിന്നും
നമ്മളുടെ ബുദ്ധി മോക്ഷം ഉണ്ടാകുന്നു, നമ്മൾക്ക് സന്തോഷം സദാ സന്തോഷവാനായി ജീവിക്കുന്നത് കൊണ്ട് നമ്മളെപ്പോഴും ആനന്ദത്തിലായിരിക്കും. അങ്ങനെ ആനന്ദത്തിലാവുമ്പോൾ നമുക്കതൊരു മോക്ഷം തന്നെയാണ്. അങ്ങനെ ആനന്ദത്തിൽ ജീവിക്കുന്ന ആത്മാവ് പിന്നീട് എന്ത് പറ്റും? അതിന് സർവജ്ഞാനം കിട്ടി ആ ആത്മാവിന്റെ ബുദ്ധി പരബ്രഹ്മത്തിന്റെ ബുദ്ധിയുമായി ലയിച്ചു. അങ്ങനെ ആ ആത്മാവും പരബ്രഹ്മത്തിന്റെ ഒരു ഭാഗമായി. അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ആത്മാക്കളും പരബ്രഹ്മത്തിന്റെ ഭാഗമാകുമ്പോൾ എന്ത് പറ്റും? അതായത് മുന്നേ പറഞ്ഞ പോലെ ഈ ഗർഭപാത്രത്തിനുള്ളിലുള്ള എല്ലാ അണുക്കളും, അതായത് ഓരോ അണുക്കളാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ ഓരോരുത്തരുടെയും ബുദ്ധികൾ ഒന്നായി. അപ്പൊ എന്തായി? നമ്മളെല്ലാവരും ഒന്നായി, ആത്മാക്കളും ഒന്നായി, അതെല്ലാം പരബ്രഹ്മത്തിൽ ലയിച്ചു. അങ്ങനെ പരബ്രഹ്മത്തിൽ ലയിച്ച പരബ്രഹ്മം എന്ന ആത്മാവിൽ അതിനാവശ്യമുള്ള ശരീരവും കിട്ടി, അതിനാവശ്യമുള്ള ബുദ്ധിയും ആയി. കുട്ടി ജനിക്കുന്ന സമയത്ത് ഇങ്ങനെ പല പല അണുക്കളാവുന്നു. പിന്നെ ഈ അണുക്കളെല്ലാം ഒന്നാവുന്നു. ആ അണുക്കൾക്ക് അത് ആത്മാവുമായി ലയിക്കുന്നു. അങ്ങനെ അതൊരു കുഞ്ഞായിട്ട് ആ കുഞ്ഞ് പുറത്തു വരുന്നു. അതേപോലെ നമ്മളെന്ന ഓരോ അണുക്കള് ഒന്നായി, നമ്മളുടെ ബുദ്ധി ഒന്നായി, എല്ലാ അണുക്കളും മറ്റെല്ലാ അണുക്കൾക്കും വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അതിൽ പരബ്രഹ്മത്തിന്റെ ആത്മാവ് വരികയും അങ്ങനെ അതൊരു കുഞ്ഞായിട്ട് ഈ വിശ്വമാത എന്ന ഭഗവതിയുടെ വയറ്റിൽ നിന്നും പുറത്തു പോകുന്നു. അപ്പൊ പരബ്രഹ്മത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇങ്ങനെയും നമുക്ക് ആലോചിക്കാം. നമ്മള് വിശ്വമാതാവാണെന്ന് വിചാരിക്കുക. അതായത് നമ്മളുടെ അമ്മയുടെ വയറ്റിലുള്ള, നമ്മൾ ഒരു അമ്മയുടെ വയറ്റിലാണ്, ആ അമ്മയുടെ ബുദ്ധിയാണ് എനിക്കെന്ന് വിചാരിച്ച് ആ അമ്മ ഓരോ സാഹചര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കുമോ അതേപോലെ നമ്മൾ പ്രവർത്തിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ അമ്മ ആഗ്രഹിക്കുന്ന ബുദ്ധി നമുക്ക് ലഭിക്കുകയും ആ ബുദ്ധിയായിരിക്കും പരബ്രഹ്മത്തിന്റെ ബുദ്ധി. അങ്ങനെ നമ്മളുടെ ബുദ്ധി എളുപ്പത്തിൽ പരബ്രഹ്മത്തിന്റെ ബുദ്ധിയുമായി ലയിപ്പിക്കാൻ കഴിയും. നമോ നാരായണ.